എപ്പിസോഡ് തുടക്കത്തിൽ ഡെഞ്ചനിലെ ആ സംഭവം നടന്ന് ഒരാഴ്ചയ്ക്ക് ശേഷം കണ്ണു തുറക്കുന്ന ആസ്തേനെയാണ് നമ്മൾ കാണുന്നത്. ക്ഷീണം മാറ്റാൻ വേണ്ടി കിടന്ന ആസ്ത ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് എഴുന്നേക്കുന്നതെന്ന് അവനെ കൊണ്ട് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഓ, എത്ര നേരം ഉറങ്ങിയാലാണ് അത് വലിയ സംഭവമായിട്ട് നിനക്ക് തോന്നുക എന്ന് ചോദിക്കുകയാണ് നോയൽ. ഹേയ് നോയൽ, ഇവനെ ആലോചിച്ച് നീ എന്തിനാ ഇത്ര അധികം ടെൻഷൻ അടിക്കുന്നേ? ആസ്ത, നിനക്കൊരു കാര്യം അറിയോ? ഒരുപാട് സമയമായിട്ടും നീ എഴുന്നേക്കാത്തത് കണ്ട് നിന്നെ ആലോചിച്ച് ടെൻഷൻ അടിക്കുമായിരുന്നു അവൾ. എന്ത്, ഞാൻ ടെൻഷനായെന്നോ? നിങ്ങൾ എന്താ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരുപക്ഷെ അവനെങ്ങാനും എഴുന്നേക്കാതെ പോയാ എന്ത് സംഭവിക്കുമെന്നുള്ള ക്യൂരിയോസിറ്റിയിലാ ഞാൻ അവനെ നോക്കിക്കൊണ്ടിരുന്നേ. ഓ, എപ്പോഴും നീ എന്നെ ചെക്ക് ചെയ്തോണ്ടേ ഇരിക്കുവായിരുന്നോ? ഒരുപാട് നന്ദിയുണ്ട് നോയൽ. എപ്പോഴും നമ്മൾ ഒരുപാട് നേരം റെസ്റ്റ് എടുക്കണം, എന്നാൽ മാത്രമേ ഇനിയും ഇതുപോലുള്ള ഡെഞ്ചൻസ് ഒക്കെ നമ്മളെ കൊണ്ട് ക്ലിയർ ചെയ്യാൻ സാധിക്കൂ എന്ന് മാഗ്ന അവരോട് പറയുന്നു. അപ്പൊ ഈ ഒരാഴ്ചയൊന്നും വലിയ കണക്കല്ലെന്നാണോ നിങ്ങൾ പറയുന്നേ എന്ന് നോയൽ അവരോട് ചോദിക്കുന്നു. ആ, അതൊക്കെ പോട്ടെ, ഇപ്പൊ നിനക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ, നീ ഓക്കെ അല്ലേ? ഇനി വാ, നമുക്ക് രണ്ടുപേർക്ക് ഫൈറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ ലക്ക് അവനെ വിളിക്കുന്നു. ഇല്ല, കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് ശരിയായതുപോലെ തോന്നുന്നില്ല, എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് താഴെ കിടക്കുവാണ് ആസ്ത. സോ ഒരാഴ്ചയോളം ഒന്നും കഴിക്കാത്ത ആസ്തയ്ക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോഴാണ് അവർ കഴിക്കാനുള്ള ഒരു ലോഡ് ഭക്ഷണം കൊണ്ട് പാപ്പിൻസൺ അങ്ങോട്ട് വരുന്നത്. അത് കണ്ടതും ആസ്ത വാരി വലിച്ച് കഴിക്കാൻ വേണ്ടി തുടങ്ങുന്നു. ഇവനെന്താ പന്നിക്കുട്ടികളെ പോലെ കഴിക്കുന്നേ എന്ന് ചിന്തിക്കുകയാണ് നോയൽ. എന്ന ഇതേ സമയമാണ് അവിടുത്തെ കഥകും തല്ലിപ്പൊളിച്ച് ക്യാപ്റ്റൻ ആമി അങ്ങോട്ട് വരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം വീണ്ടും പോയി കിടന്നുറങ്ങാൻ. ആ, നീ എഴുന്നേറ്റോ? എന്തൊക്കെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് യാമി. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനിപ്പോ ഓക്കെയാണ് എന്ന് ആസ്തയും പറയുന്നു. ഓ, ഇനിയൊരു മിഷന് കൂടി പോവാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നതെന്ന് തോന്നുന്നു. ശരി ശരി, ആ ഡെഞ്ചനെ പറ്റി റിപ്പോർട്ട് ചെയ്യാൻ നൈറ്റ് ഹെഡ്ക്വാർട്ടേഴ്സിലോട്ട് പോവേണ്ട ആവശ്യമുണ്ട്. നിനക്ക് നടക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ലെങ്കിൽ നിനക്ക് ഇപ്പൊ തന്നെ പോകാം. എന്ത്, നൈറ്റ് ഹെഡ്ക്വാർട്ടേഴ്സോ? ആ, അവിടെ ഒരുപാട് ടഫായിട്ടുള്ള ആളുകൾ ഉണ്ടാവും. അവരുടെ എല്ലാവരുടെയും കൂടെ എനിക്ക് ഫൈറ്റ് ചെയ്യണം എന്ന് ചിന്തിക്കുവാണ് ലക്ക്. നിന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം നീ അങ്ങോട്ട് പോവാൻ തയ്യാറായിട്ട് നിൽക്കുവാണെന്ന്. പക്ഷേ ഇപ്രാവശ്യം നീ പോകുന്നില്ല, നിനക്കും മാഗ്നക്കും വേറൊരു മിഷൻ ഉണ്ട് എന്ന് പറയുകയാണ് ക്യാപ്റ്റൻ യാമി. എന്ന് ഇതേ സമയം പാപ്പിൻസൺ, സാർ ഞാൻ പോവട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. തീർച്ചയായിട്ടും അവിടെ ഒരുപാട് കടകളൊക്കെ ഉണ്ടാവും, അവിടെ നോക്കി ഓരോന്ന് മേടിച്ച് തിന്നാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞ് സന്തോഷിക്കുകയാണ് പാപ്പിൻസൺ. ഞാൻ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്, നീ ഇവിടെ തന്നെ ഇരുന്ന് നന്നായിട്ട് ഫുഡ് കഴിക്കുക എന്ന് ക്യാപ്റ്റൻ യാമി അവളോട് പറയുന്നു. ഇത് കേട്ട് വിഷമിച്ച് അവൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. സോ അങ്ങനെ ആസ്തയും നോയലും ചേർന്ന് ക്ലോവർ കിൻഡത്തിന്റെ റോയൽ ക്യാപിറ്റലിലോട്ട് വരുന്നു. വാവ്, ഇത് വേറെ ലെവലാണല്ലോ. ദൂരത്ത് നോക്കുമ്പോ വളരെയധികം വലുതായിരുന്നു, എന്നാൽ അടുത്ത് വന്ന് നോക്കുമ്പോ അതിനേക്കാൾ വലുതാ എന്ന് പറഞ്ഞ ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആസ്ത. എന്ന ഇത് കണ്ട് നോയൽ വീണ്ടും ഞാനും ഇവനും ഒറ്റയ്ക്കായി എന്ന് പറഞ്ഞ എന്തോ ഒരു കാര്യം ചിന്തിക്കുന്നു. ഇതേ സമയമാണ് അവരുടെ മുമ്പിലൂടെ നടന്നു പോകുന്ന ലൂണറ്റ്സിനെയും യൂനിയോയെയും മൊമ്മസെയും അവർ കാണുന്നത്. ഹേയ്, ഡെഞ്ചനിൽ കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ, നീയും റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി വന്നതാണോ? ആ, അത് വിട്, നിന്റെ പരിക്കുകളെല്ലാം മാറിയോ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ലൂണറ്റ്സ് അവനോട് ചോദിക്കുന്നു. ഇല്ല, കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്റെ വയറ് ചെറുതായിട്ട് വേദനിക്കുന്നുണ്ട്, അത് നന്നായിട്ട് ഫുഡ് കഴിച്ച് കിടന്നുറങ്ങിയാ മാറിക്കോളും എന്ന് ആസ്ത അവരോട് പറയുന്നു. ഓ, ഇപ്പോഴും കുട്ടികളെ പോലെ സംസാരിക്കുന്നേ. ഡേയ്, എനിക്കും നിനക്കും ഒരേ പ്രായമാണ്, അത് നീ മറക്കരുത്. ഏയ് മിമോസ, ഞാൻ നിന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുവൊന്നുമില്ല, കാരണം നീ ചെയ്തത് വളരെ നല്ലൊരു കാര്യമാ, അത് ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് ആസ്ത അവളോട് പറയുന്നു. ഇത് കേട്ട് അവൾ അവിടെ നിന്ന് ഓടിപ്പോവാണ്. അവളെന്തിനാ ഓടുന്നേ? ആ, നിന്റെ കൈക്ക് ഒട്ടും നീളമില്ലെന്ന് അവൾ ഇപ്പോഴായിരിക്കും മനസ്സിലാക്കിയത്, അതുകൊണ്ടാ ഓടുന്നേ. ഡേയ്, എന്തിനാടാ വെറുതെ എന്നെ ചൊറിയാൻ വരുന്നേ? നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ എന്ന് പറഞ്ഞ ആസ്ത യൂനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതേ സമയം നോയൽ മിമോസയുടെ അടുത്തോട്ട് പോകുന്നു. എന്തുപറ്റി മിമോസ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്കറിയില്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്. ആ ആസ്ത, എന്തോ എനിക്ക് അവനെ കാണുമ്പോ എന്തോ പോലെ തോന്നുന്നു. ആ ഡെഞ്ചനിൽ വെച്ച് കണ്ടപ്പോഴും ശരി, അവനോട് സംസാരിക്കുമ്പോഴും ശരി, എനിക്ക് എന്തോ പോലെ ഒരു ഫീലിംഗ് വരുന്നു. എന്താ എനിക്ക് പറ്റിയെന്ന് സത്യമായിട്ടും എനിക്ക് അറിയില്ല. ഇത് കേട്ട് നോയൽ, എന്താ നീ പറഞ്ഞേ? അതെ, എനിക്കറിയില്ല, അവൻ സംസാരിക്കുമ്പോ ഞാൻ അവന്റെ അടുത്ത് നിന്ന് ഓടിപ്പോകുന്നു. ഞാൻ സംസാരിക്കുന്നത് ഒരു പക്ഷെ അവന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? ഒരു മിനിറ്റ്, ഇത്രയൊക്കെ സംഭവിക്കാൻ അതിന് മാത്രം എന്താ നീ അവനിൽ കണ്ടേ? അവൻ സാധാരണ സ്ഥലത്ത് ജനിച്ച ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു പയ്യനാ. ആ, അത് തന്നെയാ എനിക്ക് അവന് ഇഷ്ടമാവാൻ കാരണമെന്നാ എനിക്ക് തോന്നുന്നേ. പറഞ്ഞു വരുമ്പോ അവനൊരു കോമ്പാക്ട് പാക്കേജാ. അവന്റെ ബോഡിയൊക്കെ നീ കണ്ടില്ലേ? ഒരു പക്ഷെ ഇതിനർത്ഥം ഇല്ല ഇല്ല ഇല്ല, നീ അങ്ങനെയൊന്നും ചിന്തിക്കാനേ പാടില്ല. ഒരു മിനിറ്റ്, ഞാനെന്തിനാ ഇതിന് ഇത്രയധികം റിയാക്ട് ചെയ്യുന്നേ? ഇല്ല ഇല്ല, ഇവള് പറയുന്ന ഫീലിങ്സ് എനിക്ക് അവനോടുണ്ടോ? ഇല്ല ഇല്ല, അങ്ങനൊന്നും ചിന്തിക്കാനേ പാടില്ല എന്ന് പറഞ്ഞ അവർ രണ്ടുപേരും എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഇവർ മൂന്നുപേരും, ഇവർക്ക് ഇത് എന്ത് പറ്റി? ഒരുപക്ഷെ അവർക്ക് രണ്ടുപേർക്കും തലവേദനിക്കുന്നുണ്ടാവോ എന്ന് ചോദിക്കുകയാണ് ആസ്ത. അതേതെ, അവിടെ കാണുന്നതാണ് നൈറ്റ് ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞ് ലൂണറ്റ്സ് അവരെ അങ്ങോട്ട് വിളിച്ചോണ്ട് പോകുന്നു. പെട്ടെന്നാണ് അവരുടെ മുമ്പിൽ ഒരാൾ നിൽക്കുന്നത് അവർ കാണുന്നത്. ഇല്ല, നിങ്ങളെ ഇവിടെ വെച്ച് കാണുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞ് ലൂണറ്റ്സ് അവിടെ മുട്ടുകുത്തിയിരിക്കുന്നു. സോ അയാളെ കണ്ട് നോയലും മിമോസയും മുട്ടുകുത്തിയിരിക്കുകയാണ്. എന്ന ആസ്തയ്ക്കും യൂനോക്കും അതാരാണെന്ന് മനസ്സിലാവുന്നില്ല. ആരാ ഇത് ഈ കമ്പിളി പുതപ്പൊക്കെ പുതച്ചോണ്ട് നടക്കുന്നത്? എടാ മണ്ട, ഇവരാണ് നമ്മുടെ ഇപ്പോഴത്തെ വിസാർഡ് കിങ്, സർ ജൂലിയസ് നോർ ക്രോണോ. ഇത് കേട്ട് ആസ്ത വായും പൊളിച്ച് നോക്കി നിൽക്കുന്നു. എന്ത്, വിസാർഡ് കിങ്ങോ?
സോ പിന്നീട് നമ്മൾ കാണുന്നത് യൂനോന് കിട്ടിയ ആ പുതിയ സ്പെൽ വിസാർഡ് കിങ്ങിനെ കാണിച്ചു കൊടുക്കുന്നതാണ്. ഇത് നിങ്ങൾക്ക് തന്നെ കിട്ടിയത് എന്തായാലും വളരെ നന്നായി. ആ ഡജനകത്തുണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് തന്നെയായിരിക്കും. സോ അത് വായിച്ച് വിസാർഡ് കിങ് ഒരുപാടധികം എക്സൈറ്റഡ് ആവുന്നു. വിരോധമില്ലെങ്കിൽ എനിക്ക് വേണ്ടി ഈ മാജിക് ഒന്ന് ചെയ്ത് കാണിക്കോ എന്ന് വിസാർഡ് കിങ് യൂനോയോട് ചോദിക്കുന്നു. എന്നോട് ക്ഷമിക്കണം, ആ ഡഞ്ചനിൽ ഞാൻ ഈ മാജിക് വേണമെന്ന് വെച്ച് ചെയ്തതല്ല. അവിടെ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം എന്നെ കൊണ്ടിത് ചെയ്യാനും സാധിക്കുന്നില്ല. ഓ, അത് കഷ്ടമായിപ്പോയി. സെൽഫ്, സ്പിരിറ്റ് ഓഫ് വിൻഡ്, ആ 4 ആട്രിബ്യൂട്ടിൽ ഇത് വളരെയധികം പ്രധാനപ്പെട്ടതാ. തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ ഇത് നിങ്ങൾക്ക് ഒരുപാടധികം ഉപകാരപ്പെടും എന്ന് പറഞ്ഞ ക്ലോവർ യൂനോക്ക് തന്നെ തിരിച്ചു കൊടുക്കുവാണ് വിസാർഡ് കിങ്. പെട്ടെന്ന് ആസ്ത തന്റെ ക്ലോവർ എടുത്തോണ്ട് വന്ന് അതിലെ പുതിയ സ്പെൽ വിസാർഡ് കിങ്ങിനെ കാണിച്ചു കൊടുക്കുന്നു. എന്നാൽ അത് വിസാർഡ് കിങ്ങിനെ കൊണ്ട് വായിക്കാൻ സാധിക്കുന്നില്ല. ഇതിനു മുൻപ് ഇങ്ങനെ ഒരു ലാംഗ്വേജ് ഞാൻ കണ്ടിട്ട് പോലുമില്ല എന്ന് വിസാർഡ് കിങ് പറയുന്ന സമയത്ത് ആസ്ത അതിലെ സോഡ് വിസാർഡ് കിങ്ങിനെ കാണിച്ചു കൊടുക്കുന്നു. ഓ, സെക്കൻഡ് ആന്റി മാജിക് സോഡ്, ഇതാ ആന്റി മാജിക്കിന്റെ പവറാ, ഞാനൊന്ന് തൊട്ടു നോക്കട്ടെ എന്ന് വിസാർഡ് കിങ് ചോദിക്കുന്നു. സോ ആസ്തയുടെ കയ്യിൽ നിന്നും ആ സോഡ് വീഴിച്ച് വിസാർഡ് കിങ്ങിന് അത് പൊക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇത് നീ ഉയർത്തുന്നത് തന്നെ വളരെ വലിയൊരു കാര്യമാണല്ലോ എന്ന് വിസാർഡ് കിങ് പറയുന്ന സമയത്താണ് ആ സോഡ് തന്റെ മാജിക് പവർ അബ്സോർബ് ചെയ്യുന്നത് പോലെ തനിക്ക് തോന്നുന്നത്. ഐ സീ, ഇതെനിക്ക് കാണാൻ തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. പക്ഷെ ഇത് നിന്റെ അടുത്തിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന് പറഞ്ഞ് വിസാർഡ് കിങ് ആ സോഡ് അവന് തന്നെ കൊടുക്കുന്നു. ഇതെനിക്ക് ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ടല്ല, ഇത് നിന്റെ അടുത്തിരിക്കുന്നതാണ് ശരി. ബിക്കോസ് നിനക്ക് മാജിക് പവർ ഒന്നും ഇല്ലല്ലോ. എന്റെ കയ്യിൽ മാജിക് പവർ ഇല്ലെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ആ, അതൊക്കെ എനിക്ക് അറിയാം. എന്തായാലും നിങ്ങൾ ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണ് എന്ന് വിസാർഡ് കിങ് അവരോട് പറയുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എങ്ങനെയാ എനിക്കൊരു വിസാർഡ് കിങ് ആവാൻ പറ്റുക എന്ന് യൂനോയും ആസ്തയും ഒരുമിച്ച് വിസാർഡ് കിങ്ങിനോട് ചോദിക്കുന്നു. ഓ, അപ്പൊ നിങ്ങൾ രണ്ടുപേരും വിസാർഡ് കിങ് ആവാനാണോ വന്നേ? ഇതെനിക്ക് ഒരുപാടധികം സർപ്രൈസിംഗ് ആയിപ്പോയി. വിസാർഡ് കിങ്ങിനോട് തന്നെ വിസാർഡ് കിങ് എങ്ങനെയാവുക എന്ന് ചോദിക്കുന്നത് വളരെ റൂഡായിട്ടുള്ള കാര്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ എന്ന് ലൂണറ്റ്സ് അവരോട് ചോദിക്കുന്നു. അവരോട് ദേഷ്യപ്പെടേണ്ട ലൂണറ്റ്സ്. ശരിക്കും പറഞ്ഞാ അത് റിസൾട്ട് അനുസരിച്ചിട്ടാണ് സംഭവിക്കുന്നത്. ഒരാളെ കൊണ്ട് മാത്രം ഈ ലോകം ഒരിക്കലും പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കില്ല. മറ്റുള്ളവർ ഒരാളെ ഇഷ്ടപ്പെടണമെങ്കിൽ അവരുടെ പെർഫോമൻസ് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണം. സോ വിസാർഡ് കിങ് ആവണമെങ്കിൽ അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ തെളിയിക്കണം. ഒരുപാടധികം ഹാർഡ് വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ട തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് അത് സാധിക്കും. ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥാനം നിങ്ങൾ അർഹിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് കിട്ടില്ല. ഞാൻ കേൾക്കണമെന്ന് ആഗ്രഹിച്ചു തന്നെയാ നിങ്ങൾ പറഞ്ഞത് സാർ എന്ന് അവർ രണ്ടുപേരും പറയുന്നു. ഇത് തന്നെയാ ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്നും പ്രതീക്ഷിച്ചത്. നിങ്ങളുടെ ആ കണ്ണുകളിലെ തിളക്കം അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് ചിന്തിച്ച് വിസാർഡ് കിങ് ചിരിക്കുന്നു. ശരി ശരി, ഇന്നിവിടെ ഒരു സർവീസ് സെറമണി നടക്കുന്നുണ്ട്. ഒരുപാട് മാജിക് നൈറ്റ്സ് ഇങ്ങോട്ട് വരും. നിങ്ങളെയും ആ പാർട്ടിയിലോട്ട് ഞാൻ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞ് വിസാർഡ് കിങ് അവരോടും വരാൻ പറയുന്നു. സോ മാജിക് നൈറ്റ്സിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നവരെ അങ്ങോട്ട് വിളിച്ച് അവർക്കുള്ള റിവാർഡ്സും അഭിനന്ദനങ്ങളും കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് ഈ സർവീസ് സെറമണി. ഇവരെന്തിനായിരിക്കും ഞങ്ങളെ ക്ഷണിച്ചത്? എന്തോ പ്രശ്നമുള്ളത് പോലെ തോന്നുന്നു എന്ന് ചിന്തിക്കുകയാണ് നോയൽ. അങ്ങനെ അവർ സർവീസ് സെറമണി നടക്കുന്ന സ്ഥലത്തോട്ട് വരുന്നു. എന്റെ ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാ, ഇവിടെയുള്ള മാജിക് നൈറ്റ്സിനേക്കാൾ നന്നായിട്ട് പെർഫോം ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ എന്ന് ചോദിച്ച് വിസാർഡ് കിങ് ആ ഡോർ ഓപ്പൺ ചെയ്യുന്നു. സോ ക്ലോവർ കിൻഡത്തിന്റെ എല്ലാ മാജിക് നൈറ്റ് സ്ക്വാഡിൽ നിന്നും അവിടെ ആളുകൾ വന്നിട്ടുണ്ട്. ക്ലോവർ കിൻഡത്തിലെ എല്ലാവർക്കും അവരുടെ പെർഫോമൻസ് അടിസ്ഥാനമാക്കി ഒരു റാങ്കിങ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് നമ്മുടെ വിസാർഡ് കിങ് ആണ്. സോ ഇനി ആരൊക്കെയാണ് പുതിയ റാങ്കിലോട്ട് വന്നിട്ടുള്ളതെന്ന് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സെറമണി അവിടെ നടത്തുന്നത്. സോ അവരുടെ കഴിവിനനുസരിച്ചിട്ടുള്ള സ്റ്റാർ ആയിരിക്കും അവർക്ക് റിവാർഡായിട്ട് കൊടുക്കാൻ പോകുന്നത്. മൊത്തം 7 സ്റ്റാർ വാങ്ങിയ ക്രിംസൺ ലയൺ കിങ്ങിന്റെ ലിയോപോൾ വെർമില്യന് സെക്കൻഡ് ക്ലാസ് ആണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. നിങ്ങളുടെ ബ്രദറിനെ പോലെ തന്നെ ക്യാപ്റ്റൻ ആയിട്ടിരുന്ന് ക്രിംസൺ ലയൺസിന്റെ പേര് ഇനി ഉയർത്താൻ നിങ്ങൾ ശ്രമിക്കണം. അങ്ങനെ ഓരോരുത്തർക്കും അവരുടെ പെർഫോമൻസ് അനുസരിച്ച് 3rd, 4th, 5th, 6th റാങ്കുകളൊക്കെ കൊടുക്കുന്നു. സോ ഇത്രയും നേരം ആകാംക്ഷയോടെ കാത്തിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങൾക്ക് കഴിക്കാനുള്ള ഫുഡും മറ്റു സാധനങ്ങളും ഒക്കെ തയ്യാറായിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ഓൾറെഡി നോട്ടീസ് ചെയ്ത് കാണും, ഇപ്രാവശ്യം നമുക്ക് പുതിയ കുറച്ച് ഗസ്റ്റ് ഉണ്ട്. അവരെ ഞാൻ നിങ്ങൾക്ക് മുമ്പിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് വിസാർഡ് കിങ് അവരെ മുന്നോട്ട് വിളിക്കുന്നു. ഇതേ സമയം മാക്സ്, ഏയ് സാർ, ഒരു പ്രശ്നമുണ്ട്, വളരെ ഇമ്പോർട്ടന്റാ എന്ന് പറഞ്ഞ് വിസാർഡ് കിങ്ങിനെ അവിടെ നിന്നും വിളിച്ചുകൊണ്ട് പോകുന്നു. ഹേ ഗൈസ്, എനിക്ക് ചെറിയൊരു പണിയുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് നന്നായിട്ട് എന്നെ എൻജോയ് ചെയ്ത് ഇവിടെ നിന്നും പോണം. സോ വിസാർഡ് കിങ് പോയതിനു ശേഷം അവർക്ക് എല്ലാവർക്കും തയ്യാറാക്കിയ ഫുഡെല്ലാം തന്നെ അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെന്തിനാ നമ്മളെ ഇങ്ങനെ നോക്കുന്നേ എന്ന് ലൂണറ്റ്സ് പറയുന്ന സമയത്താണ് എല്ലാവരും ഇവരെ തന്നെ നോക്കി നിൽക്കുന്നത്. ഇത് കണ്ട് ഇവർക്ക് ഫുഡ് നന്നായി എൻജോയ് ചെയ്ത് കഴിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. എന്നാൽ അതൊന്നും കാര്യമാക്കാതെ നമ്മുടെ ആസ്ത കിട്ടിയതെല്ലാം വാരി വലിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എക്സ്ക്യൂസ് മീ ആസ്ത, നിനക്കൊന്നും തോന്നില്ലെങ്കിൽ ഞാൻ നിന്റെ കൂടെ ജോയിൻ ചെയ്യട്ടെ എന്ന് മിമ്മോസ് അവനോട് ചോദിക്കുന്നു. ഓ, അപ്പൊ നിനക്ക് ഈ ഇറച്ചിയുടെ മുകളിൽ കണ്ണുണ്ടായിരുന്നല്ലേ? ആ, അത് തന്നെ. ഇത് കാണാൻ തന്നെ ഒരുപാട് നന്നായിട്ടുണ്ട് എന്ന് മിമ്മോസയും പറയുന്നു. ഓ, ബുദ്ധിയില്ലാത്ത കുറെ എണ്ണം. ഇതുപോലെ വൾഗറായിട്ടുള്ള ഗസ്റ്റിനൊക്കെ വിസാർഡ് കിങ് എന്തിനാ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്? അവനെ കണ്ടിട്ട് അവന്റെ കയ്യിൽ മാജിക് പവർ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ആ ഡഞ്ചനിൽ നിന്നും അവൻ രക്ഷപ്പെട്ടു വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവന്റെ ഭാഗ്യമാണ് എന്ന് ആസ്തയെ പറ്റി ഓരോന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ.
എന്ന് ഇതൊക്കെ ആസ്ത കേൾക്കുന്നുണ്ടെങ്കിലും അവനിത് ശീലായതുകൊണ്ട് അവൻ വലിയ കാര്യമാക്കുന്നില്ല. ഇതേ സമയം ലിയോപോൾ അവിടെ ഉണ്ടായിരുന്ന ഗോൾഡൻ ടൗണിലെ ഒരു മെമ്പറിനോട്, നിങ്ങളുടെ ടീമിലും ഒരു പുതിയൊരുത്തം വന്നിട്ടുണ്ടല്ലോ, അവന്റെ കയ്യിലല്ലേ ആ 4 ലീവ്സ് ക്ലോവർ ഉള്ളത്? അവന്റെ കയ്യിൽ ആ ക്ലോവർ ഉള്ളത് കൊണ്ട് തന്നെ അവൻ വലിയ ആളാണെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷെ അവൻ വെറൊരു സാധാരണക്കാരൻ മാത്രമാണ്. ആ ഡഞ്ചനിലോട്ട് പോയ മിഷൻ അവൻ നന്നായിട്ട് എന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ ഒരു ഡൗട്ട് പോലും ഇല്ലാതെ എനിക്ക് പറയാൻ സാധിക്കും അവനേക്കാൾ ബെറ്റർ ഞാനാണെന്ന്. എല്ലാം നിനക്കറിയാവുന്നതുപോലെ നീ സംസാരിക്കരുത് ക്രിംസൺ ബ്രൈഡ്. ഒരു സാധാരണ കോമണറിന്റെ കയ്യിൽ നിന്നും ഒരുപാട് കാര്യമൊന്നും നമ്മളെ കൊണ്ട് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കില്ല. എന്നാലും അവൻ ഗോൾഡൻ ടൗണിന്റെ ഒരു മെമ്പറാണ്. പക്ഷെ നമ്മളെപ്പോലെയുള്ള നോബിൾസ് മാത്രമായിരിക്കും എപ്പോഴും വളരെ പ്രധാനപ്പെട്ടത്. മനസ്സിലായോ എന്ന് ചോദിക്കുവാണ് അയാൾ. ഇതേ സമയമാണ് ലൂണറ്റ്സ് അതിന്റെ ഇടയിൽ കയറുന്നത്. നീ ഒന്നും പറയണ്ട ലൂണറ്റ്സ്, ഇതുപോലെയുള്ള വലിയ കുടുംബത്തിലെ ആളുകൾ ഇവിടെ ഇരിക്കുമ്പോ ഒരു സാധാരണക്കാരായിട്ടുള്ള അവർ ഇവിടെ നിൽക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? നിന്നോട് കൂടിയാ ചോദിച്ചേ മിമോസ. ആ ഡഞ്ചനിൽ വെച്ച് നിനക്ക് പരിക്ക് പറ്റിയെന്ന് കേട്ടല്ലോ. മുമ്പിൽ നിന്നിരുന്ന നീ ഇപ്പോ പിന്നോട്ട് പോയോ? നിന്റെ ആ പ്രവൃത്തി കാരണം റോയൽ ഹൗസിലുള്ള എല്ലാവർക്കും എന്തുമാത്രം നാണക്കേടുണ്ടായെന്നറിയോ? എന്നോട് ക്ഷമിക്ക്, ഞാൻ വേണമെന്ന് വെച്ചല്ല ചെയ്തേ. ഇല്ല, മിമോസ വളരെ നന്നായിട്ട് തന്നെ അവിടെ പെർഫോം ചെയ്തേ എന്ന് വിളിച്ചു പറയാണ് ലൂണറ്റ്സ്. ഇവിടെ എല്ലാവർക്കും അറിയാം ആരാ ലൂസ്ലെസ് ആയിട്ടുള്ള പേഴ്സൺ എന്ന്. ഞാൻ മിമോസയെ പറ്റിയല്ല പറയുന്നത്, അല്ലേ നോയില എന്ന് പറഞ്ഞ സിൽവർ സ്ക്വാഡിലുള്ള ഒരാൾ അവളുടെ തലയിലൂടെ വെള്ളം ഒഴിക്കുന്നു. നീ എന്തിനാ ഇങ്ങനെ ചെയ്തേ? നീ എന്റെ ചേട്ടനല്ലേ? സോ നോയിലയുടെ ബ്രദർ ആണ് അവൻ. നിന്റെ മാജിക് പവർ നിന്നെ കൊണ്ട് കറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പോലും സാധിക്കുന്നില്ല. ഇവിടെയുള്ള ഓരോരുത്തർക്കും നീ എത്രത്തോളം മാനക്കേടുണ്ടാക്കിയെന്ന് അറിയോ നിനക്ക്? അന്ന് നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് എന്തിനാണെന്ന് നിനക്ക് വളരെ നന്നായിട്ട് അറിയില്ലേ? നീ നോബൽ റൈമിലുള്ള ഒരാളായിട്ട് പോലും ഇതുപോലെയുള്ള ഒരു ഗ്യാങ്ങിൽ പോയിട്ടാണോ നീ ചേർന്നേ എന്ന് പറഞ്ഞ് അവളുടെ സിസ്റ്ററും അവളെ അപമാനിക്കുന്നു. ഒരു പ്രാവശ്യം നീ വിജയിച്ചത് കൊണ്ട് ആ സക്സസ് നിന്റെ തലയ്ക്ക് പിടിച്ചോ? നിന്റെ പേരിന്റെ അവസാനമുള്ള ഈ സെൽവ ഇപ്പൊ നിനക്ക് ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഞങ്ങളെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാ വന്നേ. നിന്റെ ഈ നാടകമൊക്കെ വേറെ ആരുടെ അടുത്തെങ്കിലും പോയി കാണിക്ക്, എന്റെ അടുത്ത് കാണിക്കരുത്. സ്വന്തം അമ്മയെ വരെ കൊന്നവളാ നീ. നിനക്കിവിടെ നിൽക്കാൻ അർഹതയില്ല, മര്യാദയ്ക്ക് പോ എന്ന് അവളുടെ ചേട്ടൻ അവളോട് പറയുന്നു. ഇത് കേട്ട് നോയൽ അവിടെ നിന്നും പോവാൻ വേണ്ടി നിൽക്കുന്നു. പെട്ടെന്നാണ് പുറകിൽ നിന്നും ആസ്ത അവളെ പിടിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന ഒരുത്തിനെയും കണ്ട് നീ പേടിച്ച് പോവേണ്ട ആവശ്യമില്ല. ഞങ്ങളെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തത് ദ വിസർഡ് കിങ് ആണ്. നിങ്ങളൊക്കെ വലിയ ആളുകളാണെന്ന് വിചാരിച്ചിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ അത് നിർത്തുന്നതായിരിക്കും നല്ലത്. ഇവിടെ ഇരിക്കുന്ന ആരും നിങ്ങളുടെ അടിമകളൊന്നുമല്ല നിങ്ങൾ പറയുന്നത് കേൾക്കാൻ, മനസ്സിലായോ എന്ന് ആസ്ത അവരോട് ചോദിക്കുന്ന സമയത്താണ് ഗോൾഡൻ ടൗണിലെ ഒരാൾ അവനെ അറ്റാക്ക് ചെയ്യുന്നത്. പറയുന്നത് കേൾക്ക്, മിണ്ടാണ്ടിരിക്കുക. ഇതുപോലെയുള്ള ആളുകളോട് എനിക്ക് സംസാരിക്കാൻ തന്നെ താല്പര്യമില്ല എന്ന് അയാൾ ആസ്തയെ നോക്കി പറയുന്നു. എന്ന പെട്ടെന്ന് തന്നെ ആസ്ത തന്നെ സോഡ് പുറത്തെടുത്ത് അതിൽ നിന്നും രക്ഷപ്പെടുന്നു. അതൊക്കെ പഴയ കാല. ഞാൻ സംസാരിക്കുമ്പോ നീ സംസാരിക്കരുതെന്ന് പറയുന്ന കാലഘട്ടമൊക്കെ എപ്പോഴേ കടന്നുപോയി. ആർക്കും കിട്ടാത്ത റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും ഞാനൊരു വിസർഡ് കിങ് ആയി മാറിയിരിക്കും. അന്ന് നിങ്ങളുടെ ഒക്കെ ഈ കുന്തളിപ്പ് ഞാൻ നിർത്തിത്തരും, മനസ്സിലായോ എന്ന് ആസ്ത അവരോട് ചോദിക്കുന്നു. സോ അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു. സോ എത്രയൊക്കെ നോബിൾസ് ആണ് മറ്റുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വന്നവരാണെന്ന് പറഞ്ഞാലും അവരെക്കാൾ താഴെയുള്ളവരെ കാണുമ്പോ തങ്ങളാണ് വലുത്, ഞങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവരൊക്കെ ഉള്ളൂ എന്നൊരു ചിന്ത അവരുടെ മനസ്സിലോട്ട് വരും. എന്നാൽ നമ്മുടെ ആസ്തയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു കാര്യവും അത് തന്നെയാണ്. സോ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരെ. അതുവരെയും ബൈ.